ഹായ് സ്റ്റുഡൻസ്, വരൂ വാടാ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അവോദയിൽ നിന്നും സാറ് നായിഫ് സാർ നിങ്ങൾ എത്തിയിരിക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാറിന്റെ +1 ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും, +2 ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ 10th SSLC എക്സാമിനേഷൻ, നിങ്ങളുടെ ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് സാർ എത്തിയിരിക്കുന്നു അല്ലെ. ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്, സെറ്റ് ഓഫ് ടീച്ചേഴ്സ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നു. എന്തിനാ? നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ഇങ്ങനെ മുത്ത് പോലെ ആക്കാനായിട്ട് എത്തിയിരിക്കുന്നു അല്ലെ. നോക്കൂ, നമ്മളൊരു ഫോട്ടോ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. എല്ലാവരും ഒരുമിച്ച് എന്താ സെറ്റാക്കി തരാം. വെറും 10 ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് തരൂ. 10 ദിവസം, 10 days അല്ലെ. നോക്കൂ, ഈ ഒരു സീരീസിന്റെ പേരെന്താണെന്നറിയോ? SSLC Ignite വൺ ഷോർട്ട് വീഡിയോ സീരീസ് ആണ്. എന്താണ് വൺ ഷോർട്ട് വീഡിയോ സീരീസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, 1 മണിക്കൂർ 1 hour കൊണ്ട് നിങ്ങളുടെ ഓരോ ചാപ്റ്ററും, ഓരോ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്ററും 1 മണിക്കൂർ കൊണ്ട് അത് തീർത്തു തരും. വെറുതെ പറയുന്നല്ല, തീർത്ത് തന്നിരിക്കും അല്ലെ. അപ്പോ നിങ്ങൾ നോക്കിയേ, ഓരോ ദിവസം ഇന്ന് 30-ാം തീയതിയാണ്, ഇന്ന് 30th November ആണ്. ഡിസംബർ 1-ാം തീയതി മുതൽ നമ്മളുടെ വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങും അല്ലെ. PC, MB, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്ന സബ്ജക്റ്റുകളിൽ എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വീതം കവർ ചെയ്യും. അതുമല്ല ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. പിന്നീട് 5 PM മുതൽ 8 PM വരെ, 5 മണി മുതൽ അല്ലെ, തിങ്കൾ മുതൽ ശനി വരെയും 5 മണി മുതൽ 8 മണി വരെ ആ സീരിയൽ ഉണ്ടാവും. അവോദയുടെ സീരിയൽ ഉണ്ടാവും. എന്താണ് ആ സീരിയലിലൂടെ? നടനാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ. ബാക്കി നടിമാരുണ്ട്. നമ്മൾ എന്താണ് നടിക്കാൻ പോകുന്നത്? നമ്മൾ എന്താണ് ആക്ടിങ് ചെയ്യാൻ പോകുന്നത്? ആക്ടിങ് അല്ല, ഇറ്റ്സ് അബൌട്ട് സബ്ജക്ട് അല്ലെ. സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്, നോളജ് പറഞ്ഞു തരുന്നതാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം മക്കളെ? 5 മണി മുതൽ 8 മണി വരെയുള്ള ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഷാർപ്പ് ചെയ്തിരിക്കണം. കൃത്യം 5 മണിക്ക് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലെ. ഓരോ ദിവസം ഓരോ ലൈവ് ആയിരിക്കും. അത് നിങ്ങളുടെ ടീച്ചേഴ്സ് അതിൻ്റെതായ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സ് വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ 4 ദിവസത്തെ, അതായത് 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന്റെ ടൈം ടേബിൾ സാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാർ പറഞ്ഞുതരാം. അപ്പോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ റെഡി ആയിരുന്നോളാം. 1-ാം തീയതി മുതൽ റെഡി ആയിട്ടിരുന്നോളാം. എന്തിനാണ്? ഫോർ പ്രിപ്പറേഷൻ. എന്തിനാണ്? നിങ്ങൾ ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 15th തുടങ്ങിയാൽ 23rd വരെയുള്ള 8 ദിവസമുള്ള ആ നീണ്ടു നിൽക്കുന്ന മനോഹരമായ എക്സാം ടൈം അല്ലെ. കറക്റ്റ് അല്ലേ? രാവിലെ എക്സാം ഉണ്ട്, വൈകിട്ട് എക്സാം ഉണ്ട് ചില ദിവസങ്ങളിൽ, ശരിയല്ലേ? ഞായറാഴ്ച ഒഴിവാണ്. ബുക്ക് അടച്ചു വെക്കരുത്, പരീക്ഷയാണെന്ന് അറിയാലോ. പക്ഷേ അവോദയുടെ 1-ാം തീയതി മുതലുള്ള ക്ലാസ് 10th വരെയും, അതായത് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയും ഇഗ്നൈറ്റ് 1 ഷോർട്ട് വീഡിയോ ലൈവ് സീരീസുകൾ ഉണ്ടാവും. ഇഗ്നൈറ്റ് 1 ഷോർട്ട് റെക്കോർഡഡ് വീഡിയോകൾ ഉണ്ടാവും. അപ്പോ മക്കള് കാത്തിരിക്കണം, എല്ലാ ലൈവിനും കാത്തിരിക്കണം. ഞാൻ അതിൻ്റെതായ ടീച്ചറുകളെ നിങ്ങളെ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. നോക്കൂ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടീച്ചർമാരെ, ഓരോ ഫാക്കൽറ്റീസിനെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം. മനസ്സിലായി? എന്തായാലും SSLC പാസ്സാവണം. എന്തായാലും പാസ്സാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പഴയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. SSLC പൊട്ടി, അത് വളരെ മോശമല്ലേ? മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന മനോഹരമായ ബ്യൂട്ടിഫുൾ ടൈമാണ് അല്ലെ. ഈ ഒരു സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആക്ച്വലി എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവ് കൃത്യമായ ടൈമിൽ, കൃത്യമായ പ്ലേസിൽ ഉപയോഗിച്ചാൽ അത് നിങ്ങൾക്ക് ആ കഴിവിനെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും അല്ലെ. നിങ്ങൾക്ക് അതിനെ മിനുക്കാൻ പറ്റും, ഷാർപ്പൺ ചെയ്യാൻ പറ്റും. മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രെയിൻ എല്ലാവർക്കും ഉള്ളതാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിന്റെ റിസൾട്ട് ബ്രെയിൻ തരിക. അപ്പോ നിങ്ങൾ എല്ലാവരും ആ ടൂൾ, ആ ഓർഗൻ നിങ്ങൾ വളരെ ഷാർപ്പായി തന്നെ വെക്കണം. മനസ്സിലായോ? അപ്പോ എന്താണ് ആക്ച്വലി എന്താണ് സാറ് നോക്കൂ, 1-ാം തീയതിയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്ന. 1-ാം തീയതിയാണ്. 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ 30 അല്ലെ. നാളെ മുതൽ അല്ലെ, 1-ാം തീയതി മുതൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് തുടങ്ങും. ആക്ച്വലി ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക്, അതായത് ഒരു ദിവസം നമുക്ക് ഒരു റെക്കോർഡ് വീഡിയോയും ഒരു ലൈവ് സെഷനാണ് ഉള്ളത്. റെക്കോർഡ് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും. പക്ഷേ 5 മണി മുതൽ 8 മണി വരെയും അല്ലെ, 5 മണി മുതൽ 8 മണി വരെ 3 സബ്ജക്റ്റുകളായിരിക്കും ഓരോ മണിക്കൂറിന്റെ. അപ്പൊ ആ 1 മണിക്കൂറിന്റെ ക്ലാസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ 1 മണിക്കൂർ ടൈം ആ ടീച്ചർ എടുക്കുന്ന കാര്യങ്ങൾ, ആ സബ്ജക്റ്റിൽ എന്താണോ ടീച്ചർ എടുക്കുന്ന കാര്യങ്ങൾ, അത് മാത്രം പഠിച്ചാൽ മതി. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പാസ്സാവും എന്നുള്ളത്. മനസ്സിലായോ? ആ ടീച്ചറിന്റെ
ആ ടീച്ചർ പ്രസന്റ് ചെയ്യുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലെങ്കിൽ എന്താണോ ടീച്ചർ പറയുന്നത് അത് മാത്രം പഠിക്കുക. അത് മാത്രം പഠിച്ചാൽ ഉറപ്പുണ്ട്, സാർ ഉറപ്പ് തരുന്നു, കാരണം നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് നേടാനുള്ളതുണ്ട് അതിനുള്ളതെന്ന്. അപ്പൊ നോക്കേ, ഫിസിക്സിന്റെ ക്ലാസ് ഉണ്ടാവും, കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ടാവും, മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ഉണ്ടാവും, ബയോളജിയുടെ ക്ലാസ് ഉണ്ടാവും. ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. പക്ഷെ അറിയാലോ, ലൈവ് 3 ലൈവുകൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ലൈവ് ഉണ്ടാവുന്നത് സൗണ്ട് വേവ്സിനെ കുറിച്ചിട്ടാണ്. ശബ്ദ തരംഗങ്ങൾ അറിയാലോ, വേവ് അല്ലേ SSLC-യുടെ തരംഗങ്ങൾ അവോധയിലൂടെ. എന്താണ് SSLC-യുടെ തരംഗങ്ങൾ അവോധയിലൂടെ? 10 ദിവസത്തെ ആ SSLC-യുടെ നിങ്ങളുടെ തരംഗങ്ങൾ ഉണ്ടല്ലോ, അത് അവോധയിലൂടെ അത് പഠിക്കുക, നോക്കുക. അപ്പോ ഫസ്റ്റ് ലൈവ് വരുന്നത് എന്താ? ഫസ്റ്റ് ലൈവ് നിങ്ങൾക്ക് 5 മണി മുതൽ 6 മണി വരെ നിങ്ങൾക്ക് ഫസ്റ്റ് ലൈവായ നിങ്ങളുടെ ഫിസിക്സിന്റെ ലൈവ് ഉണ്ടാവും. സൗണ്ട് വേവ്സിനെ കുറിച്ചിട്ടാണ്. സൗണ്ട് വേവ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെക്ചറും അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെ അറിയാം. നിങ്ങൾക്ക് അറിയാലോ, അച്ഛലാ മാമിനെ അറിയാലോ. അച്ഛലാ മാമിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഡെയിലി നമ്മൾ ലൈവ് പോവാറുണ്ട് അല്ലെ, കറക്റ്റ് അല്ലേ? 6 to 6:30 ലൈവിൽ ഒരുപാട് 10th പഠിക്കുന്ന സ്റ്റുഡൻസ് വരാറുണ്ട്. സാറിനറിയാം. അടുത്ത കെമിസ്ട്രി ആണ്. കെമിസ്ട്രിക്ക് വരുന്ന അനഘ മാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അനഘ മാം എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയോ? അനഘ മാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അനഘ മാം മനസ്സിലായോ? കാണാത്തവർ സൂം ചെയ്ത് നോക്ക. അനഘ മാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അച്ഛലാ മാം അങ്ങനെയാണ് ഇരിക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. അപ്പോ എന്താണ്, കെമിസ്ട്രിയുടെ കേസിലാണ് സാർ പറയുന്നത്. കെമിസ്ട്രിയുടെ ലൈവ് വരുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ശരിയല്ലേ? ഓക്കെ. അതിനുശേഷം മാത്തമാറ്റിക്സ് ഇല്ല, മാത്തമാറ്റിക്സിന്റെ ലൈവ് ഇല്ല. അതേ ദിവസം തന്നെ ലൈവ് നമ്മുടെ ജോയ്സ് മാമിന്റെ ലൈവ് വരുന്നുണ്ട് അല്ലെ. കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം അല്ലെ. ഓർഗാനിസം, ജീവികളിലെ രാസസംവേദനത്തിനെ കുറിച്ച് അല്ലെ. റിസപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ അല്ലെ. കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്തിനാ? സിഗ്നലുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പുറത്തു നിന്നുള്ള സിഗ്നലുകൾ ബോഡിയിലുള്ളിൽ ചേഞ്ചുകൾ ഉണ്ടാക്കാൻ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് മാമിന്റെ ലൈവ് എന്തായാലും ഉണ്ടാവും. 1-ാം തീയതിയാണ് ജോയ്സ് മാമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ജോയ്സ് മാമിനെ കാണിച്ചോ, ക്രിസ്മസ് അപ്പൂപ്പന്റെ പോലെ ഇരിക്കുന്ന ഒരാളാണ് നമ്മുടെ ജോയ്സ് മാം. കണ്ടോ ഓക്കെ. അപ്പോ ഇനിയിപ്പോ 1-ാം തീയതിയുടെ കേസ് കഴിഞ്ഞു. ഇനി 2-ാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 2-ാം തീയതി നടക്കാൻ പോകുന്നതാ ഇതിപ്പോ ഈ റെക്കോർഡഡ് സെഷനുകൾ, നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡ് സെഷനുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. പക്ഷേ ലൈവ് സെഷൻ ആകുമ്പോൾ ടീച്ചറായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ പോസിബിൾ ആണ്. ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാം. കറക്റ്റ് അല്ലേ? മറ്റേന്ന് പറഞ്ഞാൽ എന്താ, കമന്റ് സെഷനില് ചോദിക്കാം, പക്ഷെ അത് ചിലപ്പോൾ സമയം വൈകും അല്ലെ, അപ്പൊ തന്നെ കിട്ടുന്നതും വരൂല. റിപ്ലൈ എന്തായാലും കമന്റ് സെഷനിൽ ഉണ്ടാവും. പക്ഷേ ലൈവ് സെഷനിലാകുമ്പോൾ എന്താ നിങ്ങൾക്ക് ഗുണം? ലൈവ് സെഷനിലാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൈവ് എന്തൊക്കെയാണ് സംശയം, അല്ലെങ്കിൽ മിസ്സിനടുത്ത് പറയാം, മിസ്സേ എനിക്ക് പോർഷൻ മനസ്സിലായില്ല, അല്ലെങ്കിൽ മിസ്സേ എനിക്ക് SSLC-യുടെ കെമിസ്ട്രിയിൽ ഈ ഭാഗം മനസ്സിലായില്ല, ഒരു സെഷൻ എനിക്ക് എടുത്തു തരും. ഓക്കെ. അപ്പോ എന്താണ് അടുത്ത? പിന്നെ മാത്തമാറ്റിക്സിന്റെ ആണ്. അപ്പൊ അന്ന് തന്നെ അനഘ മാമിന്റെ അടുത്ത ലൈവ് ഉണ്ട്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെ, ആൻഡ് ഐസോമറിസം എന്താണെന്നറിയാം? ഐസോമറുകൾ എന്താണെന്ന് നമുക്കറിയാം അല്ലെ, നമുക്കറിയുന്ന കേസാണ്. അപ്പോ അതിന്റെ നോമൻക്ലേച്ചർ, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നോമൻക്ലേച്ചറുകളും ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ഐസോമറിസവും അല്ലെ. ഓക്കെ. ഇനി അടുത്ത മാത്തമാറ്റിക്സ് ആണ്. അതേ ദിവസം തന്നെ ലൈവ് മാത്തമാറ്റിക്സ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിന്റെ ലൈവ് പോകുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അതാ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഓക്കെ. അടുത്ത സർക്കിൾസ് ആൻഡ് ആംഗിൾസ് കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത അതേ ദിവസം തന്നെ ബയോളജി 2-ാം തീയതി ബയോളജി ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ. ബയോളജി ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ. ജീവന്റെ ജനിതകം നമ്മളെങ്ങനെ നമ്മളായി എന്നതിനെ കുറിച്ച് നായിഫ് സാറ് പഠിപ്പിക്കും നിങ്ങളെ. അതാരാന്നറിയാലോ. ഓക്കെ. ഇനിയിപ്പോ അത് 2-ാം തീയതി കഴിഞ്ഞ് ഇനി 3-ാം തീയതി എന്താണ് സംഭവിക്കുന്നത്? 3-ാം തീയതി സെയിം സിറ്റുവേഷൻ തന്നെ. ലൈവ് ലെൻസസ് ഉണ്ടാവും അല്ലെ. നിങ്ങൾക്കറിയാം, അതായത് ഇത് ഷെഡ്യൂൾ ചെയ്ത് തലേ ദിവസം തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ മറക്കരുത് കൃത്യമായി കയറാന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ കെമിസ്ട്രിയുടെ കേസിൽ, ഫിസിക്സിന്റെ കേസിൽ ലെൻസസ് ഉണ്ട് അല്ലെ. ഇനി കെമിസ്ട്രിയുടെ കേസ് എന്താണ്? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് അല്ലെ. ഗ്യാസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെ. മോൾ കൺസെപ്റ്റ് എന്താണ്? മോൾ കൺസെപ്റ്റ് എന്താന്നുള്ളത്. ഓക്കെ. അടുത്തെന്താ? പിന്നെ മാത്തമാറ്റിക്സ് അന്ന് ലൈവ് ഇല്ല. ബയോളജിയിൽ വീണ്ടും ശ്രുതി മാമിന്റെ പാത്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ലൈവിന്റെ ഗുണം റെക്കോർഡ് സെഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈവിന്റെ ഗുണം എന്താ? ലൈവിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ചോദിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ. എന്താ പിന്നെ അടുത്ത്
നാലാം തീയതിയുടെ കേസ് നിങ്ങൾ നോക്കിയാൽ 4-ാം തീയതിയുടെ കേസ് ഫിസിക്സ് കെമിസ്ട്രി ഉണ്ട്. അതിൽ ലൈവ് വരുന്നത് കെമിസ്ട്രിയാണ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് സാറ് വെറുതെ പറയുന്നതെന്നുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അടുത്തതാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അല്ലെ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. നിങ്ങൾ പരീക്ഷയ്ക്ക് തോക്കോ ജയിക്കോ എന്നുള്ളത് പ്രോബബിലിറ്റി ആണ്. ആ പ്രോബബിലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്? നിങ്ങൾ പ്രോപ്പറായി സബ്ജക്ട് മനസ്സിലാക്കിയോ ഇല്ലയോ? പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തോ ഇല്ലയോ? പഠിച്ചോ ഇല്ലയോ? അല്ലെ 1/2 ആണ്. ലൈക്ക് അല്ലെ ഒരു കോയിൻ ടോസ് ചെയ്യണ പോലെ ജയിക്കോ ഇല്ല അല്ലെ, അത്രേ ഉള്ളൂ അല്ലെ. അടുത്തെന്താ? പിന്നെ അന്നേ ദിവസം തന്നെ നമ്മുടെ ജോയ്സ് മാമിന് നിങ്ങൾക്ക് ഒരു ശക്തി കിട്ടാനായിട്ട് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിന്റെ ചാപ്റ്റർ ഉണ്ടാവും അല്ലെ. ജോയ്സ് മാമിന്റെ ഒരു ലൈവ് നിങ്ങൾ കേട്ടാൽ മതി, മറക്കൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അടുത്ത് ഓക്കെ, എന്താണ് അടുത്ത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഇത്? 4-ാം തീയതി വരെയുള്ള കാര്യങ്ങളാണ്. സാറ് പറഞ്ഞത് 10-ാം തീയതി വരെ ഇത് പോവും, 10-ാം തീയതി വരെ ഉണ്ടാവും. പിന്നീട് 11-ാം തീയതി എല്ലാ ടീച്ചർമാരായിട്ടും നമ്മൾ ഒരു ലൈവ് വരുന്നുണ്ട്. എന്താ? 11th എല്ലാ ടീച്ചർമാരായിട്ടും ഒരു ലൈവ് വരുന്നുണ്ട്. ബാക്കി അതായത് 15th മുതൽ, അതായത് 11-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക എന്നുള്ളത്, എന്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കറക്റ്റ് അല്ലേ? നമ്മളൊരു ടൈം ടേബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്തായിരിക്കും നമുക്ക് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. എക്സാമുകളുടെ ഇടയിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഇല്ല, എന്നാലും നമുക്ക് ശനിയാഴ്ച കിട്ടുന്നുണ്ട്, കറക്റ്റ് അല്ലേ? ഞായറാഴ്ച കിട്ടുന്നുണ്ട്. ആ ദിവസങ്ങളിൽ നമുക്ക് ലോങ് ആയിട്ടുള്ള ലൈവ് സെഷനുകൾ വെക്കാം, ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ പോസിബിൾ ആക്കി മാറ്റാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ആ മനോഹരമായ മുഹൂർത്തത്തിലേക്ക് സാറ് കടക്കുകയാണ് അല്ലെ. നിങ്ങളെ ടീച്ചേഴ്സ് ആയിട്ട് പരിചയപ്പെടുത്താം. നവോദയയിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോ ആ ഫാക്കൽറ്റീസ് ഏതൊക്കെയാണ്? നിങ്ങൾ പറ. ആര് വേണം? സാർ പറയും ഫിസിക്സ് ഇരുന്നോട്ടെ അല്ലെ. ഫിസിക്സ് ടീച്ചറെ കാണാം, അല്ലെങ്കിൽ ബയോളജി ടീച്ചറെ കാണോ? എല്ലാവരും ഇവിടെ നിരന്നിരിക്കണം നിങ്ങളെ കാണാനായിട്ട്. തൽക്കാലം ഞാൻ ഫിസിക്സ് ടീച്ചറെ വിളിക്കാം. ഫിസിക്സ് മാം മെർലി മാം ആണ് നിങ്ങളുടെ മാം. പ്ലീസ് കം മാം. ഹലോ മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഓക്കെ, ഹായ്. സോ ക്രിസ്മസ് വെക്കേഷന് മുന്നേ ആയിട്ടുള്ള എക്സാംസിന് വേണ്ടി എല്ലാവരും വളരെ ചൂട് പിടിച്ച് പഠിച്ചോണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ അതിൽ ഫിസിക്സ് നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉള്ള സബ്ജക്ട് ആയിരിക്കും എനിക്ക് അറിയാം. പക്ഷെ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അതെ, അപ്പം ഞാനും അജല മാമും ആയിരിക്കും ഫിസിക്സ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അവോധ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ഇനി വരുന്ന അങ്ങോട്ടുള്ള ദിവസങ്ങള് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ അടിപൊളി സെറ്റ് ആയിട്ടുള്ള മാർക്ക് മേടിച്ച് പാസ്സാകും. ഓക്കെ, സോ അപ്പൊ ഈ സെഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിക്കുന്നതിന് സ്ട്രാറ്റജി വേണം അല്ലെ. അപ്പൊ അതിനുള്ള മക്കളെല്ലാം ഓൾറെഡി നല്ല ബുദ്ധിമാന്മാരാണ്, മിസ്സിന് അറിയാം. പക്ഷെ എന്താണ്, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ അവോധയിലൂടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് തരുന്നത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ. സോ അതിനു മുന്നേ വെയിറ്റേജ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് നമ്മൾ ഫിസിക്സിൽ അറിയണം അല്ലെ സാറേ? എന്നാലും നമുക്കൊരു സ്ട്രാറ്റജി അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. കൃത്യമായി പ്രോപ്പർ ആയിട്ട് പഠിക്കുക, കൃത്യമായിട്ടുള്ള ടൈം ടേബിള് ആദ്യം നിങ്ങൾ തന്നെ സെറ്റാക്കുക. നമ്മൾ സെറ്റാക്കിയ പോരാ, നിങ്ങളാണ് പഠിക്കുന്നത്, നിങ്ങളാണ് അപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്കാണ് നിങ്ങളുടെ ടൈം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, എന്നാൽ പഠിക്കാൻ കൂടുതൽ സമയം പോസിബിൾ ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾ തന്നെ നോക്കേണ്ടതാണ്. അതിന് നിങ്ങൾ തന്നെ ടൈം സെറ്റ് ചെയ്യണം. നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ വരും, എങ്ങനെയൊക്കെ പഠിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് മെർലി മാം ഇപ്പോ പറയും. പക്ഷെ അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സിസ്റ്റം എന്തൊക്കെയാണ് വെയിറ്റേജസ് വരുന്നതെന്ന് ഓരോ ചാപ്റ്റേഴ്സിന്റെ ഒന്ന് നോക്കാം. ഓക്കെ, സോ ടേം 1 ആൻഡ് ടേം 2 ആണ് നമ്മൾ ക്രിസ്മസ് എക്സാം വരെയുള്ള പോർഷൻസ് വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇതിലെല്ലാം പരിചിതമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, എങ്കിലും മിസ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെയിറ്റേജ് ഒന്നുകൂടെ ഒന്ന് പറയാം. സൗണ്ട് വേവ്സ് 5 മാർക്കാണ്. അത് സൗണ്ട് വേവ്സ് പറഞ്ഞ ശബ്ദ തരംഗങ്ങൾ അല്ലെ. നമ്മൾ കോമൺ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമ്മളൊന്ന് റിവൈസ് ചെയ്തെടുക്കും. പിന്നെ ലെൻസസ് 7 മാർക്ക്. പിന്നെ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, അത് വളരെ കൂളായിട്ടുള്ള ചാപ്റ്റർ അല്ലെ. നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് 8 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങ് കൊണ്ടുവരാം. എങ്ങനെ? അവോധയുടെ കൂടെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിക്കൽ എനർജി 9 മാർക്ക്. ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാ അല്ലെ. കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേർക്ക് ഇങ്ങനെ ഇലക്ട്രോൺസിനെ പോലെ ഇങ്ങനെ ചാടി നിൽക്കണം നമ്മളെപ്പോഴും. ഓക്കെ, സോ ഈ ചാപ്റ്ററും അങ്ങനെ ഒരു 9 മാർക്ക് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ 11 വെയിറ്റേജ് വരുന്ന ഈ ഒരു ചാപ്റ്റർ, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതൊന്ന് ചെറുതായിട്ട് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് ചുറ്റിച്ചേക്കാം. പക്ഷെ ഈ മാഗ്നറ്റിസവും കറണ്ടും ഒക്കെ നമ്മൾ അങ്ങ് ബാലൻസ് ചെയ്യും. എങ്ങനെ? ഈ വരുന്ന 10 ദിവസങ്ങളിൽ
ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് വേണ്ടി അവോധ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ 1 ഷോട്ട് സീരീസ്. ഓക്കെ, ഹാർഡ് വർക്ക് മാത്രമല്ല, നമുക്ക് ഏറ്റവും വേണ്ട എന്താണ്, സ്മാർട്ട് വർക്ക് ആണ്. ഓക്കെ, സോ ആ സ്മാർട്ട് വർക്കിന് ഫിസിക്സ് ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് തിരിച്ചിങ്ങോട്ട് നിന്നാൽ മതി, നമ്മൾ മാർക്ക് സെറ്റ് ആക്കി എടുക്കും. ഓക്കെ, സോ ഈ പോർഷൻസ് വളരെ ഇതായിട്ട് തന്നെ നിങ്ങൾ ഡീൽ ചെയ്യണം. അപ്പൊ ഇനി വരുന്ന ലൈവ് സെഷൻ എന്ന് പറയുന്നത് 4-ാം തീയതി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ കൂൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ അതിലും വെയിറ്റേജ് ഉണ്ട്. സോ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറിച്ച് ആണ് 5 മണി തൊട്ട് 6 മണി വരെ ആയിരിക്കും 1 ഷോട്ട് റിവിഷൻ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാവുക. സോ ആ 1 അവർ മിസ്സിന്റെ കൂടെ നിങ്ങൾ ഇങ്ങ് പോന്നേക്കണം. നമുക്ക് ആ 1 മണിക്കൂർ കൊണ്ട് ആ സെഷന് പക്കാക്കി എടുക്കാം. അപ്പൊ നമ്മൾ 4-ാം തീയതി കാണുമല്ലേ ഒരുമിച്ച്. ഓക്കെ, അപ്പം ഇനി വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം. എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അവോധ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ കൂടെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഇനി ഉണ്ടാവണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കാണാം. ഓക്കെ മാം, താങ്ക് യു. എന്തായാലും മാം അടുത്ത ആളെ നമുക്ക് വിളിച്ചാലോ? ഓക്കെ മാം, അടുത്ത ആളെ വിളിക്കാം. അതിന് മുമ്പ് മക്കളെ, അപ്പോൾ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയല്ലോ ഫിസിക്സിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നോക്കാനുള്ളത് അല്ലെ. ആക്ച്വലി വളരെ എളുപ്പമാണ് ഫിസിക്സ് നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെ. ആക്ച്വലി നിങ്ങൾ എന്ത് കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് എളുപ്പമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു? ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതല്ലേ. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം എന്താ, ക്ലാസ് എടുക്കുന്ന സമയത്ത് അവനെ തോണ്ടി ഇവനെ തോണ്ടി ബാക്കിയുള്ള വീട്ടുകാരുടെ കഥയും പറഞ്ഞിരുന്ന മനസ്സിലാവോടാ? ഇല്ല, ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് മനസ്സിലാക്കണം. മനസ്സിലായോ? എന്നാലാണ് നമുക്ക് മനസ്സിലായില്ലോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് 10ാം ക്ലാസ്സിൽ അല്ലെ, 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു മാർക്കെങ്കിലും കിട്ടണം. കറക്റ്റ് അല്ലേ? എന്തായാലും ഡിസംബർ എക്സാം കഴിഞ്ഞാൽ അടുത്ത എക്സാം ഡേ വളരെ 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 അടുത്താണ് ഇരിക്കുന്നത്. ശരിയല്ലേ മക്കളെ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക, ഫോണിൽ തോണ്ടി കളിക്കാതിരിക്കുക അല്ലെ. കളിക്കേണ്ട സമയത്ത് കളിക്കണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. അതിനാണ് സാറ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ റെഡിയാക്കി വെക്കണം. കൃത്യമായിട്ടുള്ള പഠിക്കേണ്ട സമയത്ത് മാത്രം പഠിക്കുക, ആ സമയത്ത് കളിക്കാൻ നിൽക്കരുത്. കളിക്കേണ്ട സമയത്ത് കളിക്കുക, അപ്പോൾ പഠിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? എന്നാൽ മാത്രമാണ് നമുക്ക് ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. കൃത്യമായി ബ്രെയിൻ എങ്ങനെ അറിയാം പഠിക്കണം വേണ്ടതെന്നുള്ളത്? അത് കൃത്യമായി ഡിസിപ്ലിൻ പാലിക്കുമ്പോഴാണ്. കൃത്യമായ ഡിസിപ്ലിൻ ബ്രെയിൻ അറിയാം. ഓക്കെ, രാവിലെ എണീറ്റ് പഠിക്കണം, അല്ലെങ്കിൽ രാത്രി വൈകി പഠിക്കണം. അപ്പൊ അങ്ങനത്തെ ഡിസിപ്ലിൻ നമ്മൾ കൊടുക്കുമ്പോഴാണ് പഠിക്കുന്ന സമയത്ത് ഉറക്കം വരാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരും അല്ലെ. പല പല ഡിസ്റ്റർബൻസുകളും ഉണ്ടാവും. അപ്പോൾ ഫിസിക്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് ഏതിലേക്ക് പോവാം? നമുക്ക് വേണമെങ്കിൽ മാത്തമാറ്റിക്സ് പോവാം അല്ലെ. മാത്തമാറ്റിക്സിൽ കെമിസ്ട്രി പോവാം അല്ലെ കെമിസ്ട്രി പോവാം. അപ്പൊ ഞാൻ അടുത്ത മാം അനഘ മാമിനെ നമുക്ക് വിളിക്കാം. അനഘ മാം, പ്ലീസ് കം, പ്ലീസ് മാം. ഹായ്, ഹലോ. അപ്പോൾ ഓൾറെഡി എന്നെ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് എന്നാലും ഒന്നും കൂടെ ഞാൻ പറയാം. എൻ്റെ പേര് അനഘ എന്നാണ്. സോ ഞാൻ എടുക്കുന്ന കെമിസ്ട്രി ആണ്. ഞാൻ മാത്രമല്ല, നമുക്ക് ഒരു മിസ്സും കൂടെ ഉണ്ട്, ഫസ്റ്റ് മിസ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇപ്പൊ ഫസ്റ്റ് മിസ് എവിടെയെന്ന്. മിസ് കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഇവിടെ ഇല്ല. സോ മിസ്സിന് വേണ്ടി കൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ കെമിസ്ട്രി നമുക്കറിയാം, കെമിസ്ട്രിയിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ. അപ്പൊ കുറെ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ കെമിക്കൽ റിയാക്ഷൻസ്. അത് നമുക്ക് സെറ്റ് ആക്കാം. നമ്മൾ ആക്ച്വലി അവോധ ഫാമിലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് പോർഷൻസ് കവർ ചെയ്യാനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് അല്ലേ. അപ്പൊ ചില ആൾക്കാർക്ക് കെമിസ്ട്രി ശരിയാവും, ചിലർക്ക് കെമിസ്ട്രി ശരിയാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ വിട്ട് കളയത്തില്ല, ശരിയാവാത്തവർക്ക് ശരിയാക്കി കൊടുക്കും അവോധ. അതാണ് ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ കെമിസ്ട്രിയുടെ നമുക്ക് മൊത്തം 7 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ 6 ചാപ്റ്റേഴ്സ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണം. ഇപ്പൊ എനിക്ക് എല്ലാവരോടും ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ജസ്റ്റ് 1 മണിക്കൂർ, അത്രയല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ അല്ലേ? 1 മണിക്കൂർ, ഒരു ദിവസം 1 മണിക്കൂർ. മനസ്സിലായോ? എന്നാലും നമ്മുടെ 5 to 8 ആണെങ്കിലും നിങ്ങൾ ഒരു ചാപ്റ്ററിന് 1 മണിക്കൂർ സമയം ഈ ക്ലാസ് കേൾക്കുക. കാരണം എന്താ പറഞ്ഞാല്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 മണി മുതൽ 8 മണി വരെയാണ് ലൈവ് പോകുന്നത്. അപ്പോൾ ആ ലൈവ് 5 മണി മുതൽ 8 മണി വരെയുള്ള ലൈവിന് അത് കൃത്യമായിട്ട് ഓരോ ലൈവും കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ 1 മണിക്കൂർ തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് കെമിസ്ട്രി സെക്യൂർ ആക്കി തരും. അതായത് പിന്നെ ഒരു പേടിയും വേണ്ട. എക്സാമിന് പോവാൻ നല്ല കിഡിലായിട്ട് എക്സാം എഴുതി തിരിച്ചു തരാം. നമുക്കറിയാം ക്രിസ്മസ് എക്സാം ഇനി എത്താറായി. 22-ാം തീയതിയാണ് നമ്മുടെ കെമിസ്ട്രി എക്സാം. നമുക്കറിയാം 2 ദിവസം ഉണ്ടെന്ന്. പക്ഷെ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച അടുത്ത എക്സാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ശനി ഞായറും കെമിസ്ട്രിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം വേണ്ടേ? അപ്പൊ നമുക്ക് വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമുക്ക് ഓൺ എക്സാമിനുള്ളതാണ്. അതിൽ നിന്നും പോർഷൻസ് വരും. ഗ്യാസ് ലോ ആൻഡ് മോൾ കൺസെപ്റ്റ്, ഇലക്ട്രോ കെമിസ്ട്രി, മെറ്റൽസ്. ഇത് 3 നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് സെക്കൻഡ് ടേമിൽ വരുന്നത്. ലാസ്റ്റ് ഉള്ള ആ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഓഫ് കോമ്പൗണ്ട്സ് അതിപ്പോ വേണ്ട, നമുക്ക് ഫൈനൽ എക്സാമിലേക്ക് മതി. സോ നമ്മുടെ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് എന്താ, നമുക്ക് എല്ലാവർക്കും ഒരു പേരുണ്ടല്ലേ. അതേപോലെ കോമ്പൗണ്ട്സിന് നമ്മൾ കുറച്ച് പേര് കൊടുക്കുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂള്.
സെക്കൻഡ് മൊഡ്യൂൾ ഭയങ്കര സിമ്പിൾ ആണ്, കെമിക്കൽ റിയാക്ഷൻസ്. അതായത് നമുക്കറിയാം മെത്തനോൾ, എത്തനോൾ, അങ്ങനെ കുറച്ച് കോമ്പൗണ്ട്സിന്റെ, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് വരുന്നത്. തേർഡ് നമുക്കറിയാം പീരിയോഡിക് ടേബിൾ, നമ്മൾ യൂസ് ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെ നാലാമത്തേതെന്ന് പറയുന്നത് ഗ്യാസ് ലോ ആൻഡ് മോൾ കൺസെപ്റ്റ് ആണ്. അഞ്ചാമത്തെ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എന്തോ വലിയ സംഭവമാണ്. ഒന്നുമില്ല, കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവ് സെഷൻസ് ഉണ്ട്. നമുക്ക് കെമിസ്ട്രി ലൈവ് വരുന്നത് 6 to 7 ആണ്. സോ ആ ടൈമിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. ഒരു കാരണവശാലും നമ്മൾ പകുതിക്ക് വെച്ച് കയറരുത്. പകുതിക്ക് വെച്ച് കയറി കഴിഞ്ഞാൽ നഷ്ടം ആർക്കാ? എനിക്കാണോ അല്ലെങ്കിൽ അല്ല അവർക്കാണോ? സോ നിങ്ങൾ പകുതിക്ക് വെച്ച് ഒരിക്കലും കയറരുത്. 6 to 7 നിങ്ങൾ എന്തായാലും ഉണ്ടാവണം. അപ്പൊ ഞാൻ ലൈവ് എടുക്കാൻ പോകുന്നത് 1-ാം തീയതി, 3-ാം തീയതി, 5-ാം തീയതി, 8-ാം തീയതി. ഞാൻ ഒന്നും കൂടെ പറയാം. 1-ാം തീയതി, 3-ാം തീയതി, 5-ാം തീയതി, 8-ാം തീയതി എന്റെ ലൈവാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഫസ്റ്റ് നാമിസിന്റെ ലൈവ് ആയിരിക്കും. അപ്പോൾ ഇതിനോടൊപ്പം നമ്മുടെ റെക്കോർഡ് സെഷനും യൂട്യൂബിൽ അവൈലബിൾ ആവും. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഒരിക്കലും മിസ് ചെയ്യില്ല. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോ കെമിസ്ട്രിയുടെ കേസ് നമുക്ക് മനസ്സിലായി അല്ലെ? ഇനിയിപ്പോ നമുക്കുള്ളത് എന്താണ്? നമുക്ക് മാത്തമാറ്റിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. ബയോളജി വേണോ? അല്ല, വേണ്ട, നമുക്ക് മാത്തമാറ്റിക്സ് ആണ്. കാരണം ഞാനൊരു ബയോളജി ടീച്ചറാണ് അല്ലെ. എന്തായാലും നമ്മുടെ ജോയ്സ് മാമും അല്ലെ, ഞാൻ ബയോളജിയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, കാരണം എന്റെ ലൈവുകൾ പോകാറുള്ളതാണ് ബയോളജിയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്സ് ടീച്ചറായ സാൻഡ്ര മിസ്സിനെ നമുക്ക് വിളിക്കാം അല്ലെ. അടിപൊളി ടീച്ചറാണ് സാൻഡ്ര മിസ്. പ്ലീസ് കം മാം. ഹലോ സാറേ. ഓക്കെ, വെൽക്കം ടു അവോദ. മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ഇങ്ങ് എത്താറായി. എല്ലാരും സെറ്റ് അല്ലേ? മിസ്സിനെ അറിയാം, മിസ്സിന്റെ മക്കളെ എല്ലാരും സെറ്റ് ആണ്. എങ്കിൽ കൂടെ അതൊന്നുകൂടെ കളറാക്കാനായിട്ട് ആര് വന്നിരിക്കുന്നു? മിസ് ഉണ്ട് കൂടെ. ആരോടൊപ്പം? അവോദ ഫാമിലിയോടൊപ്പം. ഓക്കെ, മിസ്സിന്റെ പേര് സാന്ദ്ര. നമ്മുടെ സബ്ജക്ട് ഏതാ? നമ്മുടെ സബ്ജക്റ്റ് ആണ് മാത്സ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് മാത്സ് ആണ് സാറേ. അതെ, മാത്സ്. ഓക്കെ മക്കളെ, അപ്പോ നമ്മുടെ ക്രിസ്മസ് എക്സാം കളറാക്കാനായിട്ട് അവോദ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നു 1 week 1 short videos and live sections. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും സെറ്റ് ആക്കുകയാണ്. ഓക്കെ, കളറായി നമ്മൾ എന്ത് എഴുതും? ക്രിസ്മസ് എക്സാം എഴുതും. ഓക്കെ, നമ്മുടെ മാത്സിന് 11 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് എക്സാമിന്. ഈ 11 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? 1 വീഡിയോ, അതായത് 1 ഷോർട്ട് വീഡിയോ ആൻഡ് ലൈവ് സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് കളറായിട്ട് പഠിച്ച എക്സാം എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിന്റെ വെയിറ്റേജിലേക്ക് നോക്കാം മക്കളെ. നമുക്ക് ടേം 2-ന് ട്രിഗ്നോമെട്രിയിൽ നിന്നും 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ കോർഡിനേറ്റ്സിൽ നിന്നും 8 മാർക്സ്. ദെൻ ടാൻജൻസിൽ നിന്നും 12 മാർക്സ് വരുന്നുണ്ട്. ദെൻ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിൽ നിന്നും 10 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ സർക്കിൾസ് ആൻഡ് ലൈൻസ്, ജോമെട്രി ആൻഡ് ഓൾജിബ്ര 9 മാർക്സോളം വരുന്നുണ്ട്. സോ മക്കളെ, നമ്മളെ ചതിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആരൊക്കെയാണ്? ട്രിഗ്നോമെട്രി ആൻഡ് ടാൻജൻസ് അല്ലെ. 12 മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നേ. സോ നമ്മൾ ചതിക്കപ്പെടുവോ? ഇല്ല. ചതിക്കപ്പെടാതിരിക്കാൻ നിങ്ങളുടെ കൂടെ ആരുണ്ട്? അവോദയുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാ? നമ്മുടെ 1 ഷോർട്ട് വീഡിയോസ് മറക്കാണ്ട് കാണുക. നമുക്ക് സെറ്റ് ആയിട്ട് എഴുതാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഓണം എക്സാമിന്റെ പോർഷൻസും എവിടെ വരുന്നുണ്ട്? ക്രിസ്മസ് എക്സാമിന് വരുന്നുണ്ട്. സോ അതിന്റെ വെയിറ്റേജ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മക്കളെ, നമുക്ക് ഇതെല്ലാം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണടാ? നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയോ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വളയും അല്ലെ, വളയും. സോ നിങ്ങളുടെ വളഞ്ഞു നിൽക്കുന്ന ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെന്ത് ചെയ്യുക? നിവരട്ടെ. ഓക്കെ, സോ എന്ത് ചെയ്യാ? നമ്മുടെ 1 ഷോർട്ട് വീഡിയോസ് ആൻഡ് ലൈവ് സെക്ഷൻസ് മറക്കാതെ കാണുക. ഇന്നു മുതൽ 1 വീക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് കളറാക്കാം എക്സാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ മക്കളെ മനസ്സിലായല്ലോ അല്ലെ? ഇനി നമ്മുടെ ബയോളജി ടീച്ചറെ നമുക്കിപ്പോൾ വിളിക്കാം. ബയോളജി ടീച്ചറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ. മുത്ത് പോലെ ബയോളജി എടുക്കുന്ന ഒരു ടീച്ചറാണ് അല്ലെ. വളരെ മനോഹരമായ ബയോളജി ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. സാറ് തന്നെ ബയോളജി ടീച്ചർ ആണെങ്കിൽ പോലും മാമിന്റെ ക്ലാസ് കേട്ടിരിക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ബയോളജി ടീച്ചറായ അല്ലെ, നമ്മുടെ ഹാപ്പി ഫേസ് ആയിട്ടുള്ള ജോയ്സ് മാമിനെ വിളിക്കാം. വരൂ മാം, പ്ലീസ് കം. ഹലോ മക്കളെ, എല്ലാരും ഹാപ്പി അല്ലേ? സന്തോഷമായിട്ടിരിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസംബർ 1-ാം തീയതി തൊട്ട് നമ്മൾ അങ്ങോട്ട് സെറ്റ് ആയിട്ട് ബയോളജി പഠിക്കാണ്.
ആരോടൊപ്പമാണ്? അവോദയോടൊപ്പം. ഞാനുണ്ട്, നമ്മുടെ സ്വന്തം നൈസാറുണ്ട്, പിന്നെ ശ്രുതി മിസ്സും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ ഷോർട്ട് വീഡിയോ ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ആയിട്ട് വരണം. അങ്ങനെ നമ്മൾ സെറ്റ് ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് എന്താണ്, ബയോളജിക്ക് 6 ചാപ്റ്റർ ആണുള്ളത്. പക്ഷേ എങ്ങനെയാണ്, നമ്മൾ 5 ചാപ്റ്റർ ആണ് ക്രിസ്മസ് എക്സാമിനുള്ളത്. പക്ഷെ നമ്മൾ എന്താണ്, ഒരു പടി മുന്നെയാണ്. 6 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാഠങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ജനറ്റിക്സ് ഓഫ് ലൈഫ്. എന്താണ്, ജീവന്റെ ജനിതകം. എത്രയാണ് വെയിറ്റേജ്? 6 ആണ് മക്കളെ, 6 മാർക്കുണ്ട്. പിന്നെ ഏതാണ്, പാത്ത് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ. ആ പാഠത്തിന് നമുക്ക് 7 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. ബിഹൈൻഡ് സെൻസേഷൻസ്, എന്താണ്, സംവേദനത്തിന് പിന്നിൽ. ആ പാഠത്തിന് നമുക്ക് 10 മാർക്കുണ്ട്, 10 മാർക്ക്. അത് നമുക്ക് ഈസി ആയിട്ട് നൈഫ് സാറും ശ്രുതി മിസ്സും ജോയ്സ് മിസ്സും ഒക്കെ ചേർന്ന് നമ്മൾ ഈ 10 മാർക്കും കയ്യിലെടുത്തിരിക്കും. പിന്നെ ഏതാണ്, കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ്, ജീവികളിലെ രാസസംവേദനം. ഈ പാഠത്തിന് എത്രയാണ്, 12 മാർക്കുണ്ട്. 12 മാർക്ക്. സെറ്റ് അല്ലേ? നേടിയിരിക്കണം. നോക്കൂ അവോദയുടെ രാസസംവേദനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? കുറച്ച് സമയം കേട്ടപ്പോ തന്നെ അതിന്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ പറയാനുണ്ടോടാ, ക്ലാസ് കേട്ടാ തീർന്നില്ലേ നിങ്ങളുടെ പരിപാടി? ഏത് തീർന്നാന്ന് സാർ ഉദ്ദേശം പഠിച്ചു കഴിയും പെട്ടെന്ന്, മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ സാർ എടുത്തരും, മാം എടുത്തരും. ഓക്കെ, ഇനി ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. എന്താണ്, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. ഇനി നമുക്ക് 5 മാർക്കാണ്. എന്താണ് നമ്മുടെ വെയിറ്റേജ്? 5 ആണ്. പിന്നെ ഏതാണ്, ബയോളജി ആൻഡ് ടെക്നോളജി. നമുക്ക് 3ാമത്തെ ടേം ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഒരു പടി മുന്നെയാണ്. നമ്മൾ ഈ പാഠവും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ 6 പാഠവും നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ് സെറ്റ് ആവുകയാണ്. എന്ന് തൊട്ട് ഡിസംബർ 1-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെ. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നമുക്ക് നൈഫ് സാറിനോടൊപ്പം അടിച്ചു പൊളിക്കാം ഈ 10 ദിവസം. ഓക്കെ, ശരി മാം, താങ്ക് യു. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എന്തായാലും PCMB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവോദയിൽ, അതായത് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ലൈവ് സെഷനുകളും റെക്കോർഡ് സെഷനുകളും കിട്ടാൻ പോകുന്നത്. അപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ വളരെ മനസ്സിലാക്കി കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, അത് കൃത്യമായ റെക്കോർഡിക്കലി കീപ്പ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മെയിൻ എക്സാം നമുക്ക് കിടക്കുന്നുണ്ട്. ആ മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് അത് വായിച്ചും വീണ്ടും പഠിച്ചും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് നമ്മൾ സ്ട്രോങ് ആവുള്ളൂ മക്കളെ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു ലൈവ് സെഷൻ വരുന്നുണ്ട്. അടുത്ത ലൈവ് സെഷൻ എന്താണ്, അടുത്ത 11-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം, അതായത് 1-ാം തീയതി മുതൽ, ഇന്ന് 30-ാം തീയതിയാണ്, 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും വരിക എന്ന് സാറിന് ഉറപ്പുണ്ട്. അപ്പോ അന്ന് സാറുണ്ടെങ്കിൽ 11-ാം തീയതി സാറുണ്ടെങ്കിൽ നമുക്ക് കാണാം. എന്ത് കാണണം? ആ ലൈവിൽ നമുക്ക് എന്ത് കാണണം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതോ നമുക്ക് എന്തെങ്കിലും വീണ്ടും കാര്യങ്ങൾ ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടതാണ് മക്കളെ. അപ്പൊ എന്തായാലും നിങ്ങളെ ആ മനോഹരമായ ഫോട്ടോ കാണിച്ചിട്ട് സാറ് ഒന്നും കൂടി ആ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ കുറേ ടീച്ചർമാരുടെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ക്ലാസ്സുകൾ കൃത്യമായി പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. ലൈവിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ലൈവിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ സാറിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എൻ്റെ ലൈവിൽ കാണാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ ലൈവിൽ കാണാം. റെക്കോർഡ് സെഷനുകളുടെ അടിയിൽ നിങ്ങൾ കമന്റ് ഇടേണ്ടതാണ്. ഓക്കെ, ദെൻ ബൈ ബൈ, ടാറ്റാ.